ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ഞെട്ടിച്ച ഒരു സൗത്ത് കൊറിയൻ സർവൈവൽ ത്രില്ലറിനെ കുറിച്ചാണ്. ട്രെയിൻ ടു ബുസാൻ. ഒരു ട്രെയിൻ യാത്ര എങ്ങനെ ഒരു മരണപ്പാച്ചിലായി മാറുന്നു എന്ന് നോക്കാം. സിനിമയുടെ കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട പ്രവർത്തകരെ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. സംവിധാനം യെയോൺ സാങ് ഹോ. ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലൈവ് ആക്ഷൻ സിനിമയായിരുന്നു. തിരക്കഥ പാർക്ക് ജു സക്, യെയോൺ സാങ് ഹോ എന്നിവർ ചേർന്ന്. നിർമ്മാണം ലീ ഡോങ് ഹ. 2016 മെയ് 13 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇത് റിലീസ് ചെയ്യുകയുണ്ടായി. ദക്ഷിണ കൊറിയയിൽ 2016 ജൂലൈ 20 റിലീസ് ചെയ്തു. ഏകദേശം 8.5 മില്യൺ, അതായത് 70 കോടി രൂപ ബജറ്റ് നിർമ്മിച്ച ചിത്രമാണിത്. ദക്ഷിണ കൊറിയയിൽ 10 മില്യൺ ടിക്കറ്റുകൾ വിറ്റഴിച്ച 2016 ആദ്യ ചിത്രമാണ് ട്രെയിൻ ടു ബുസാൻ. സിനിമയിലേക്ക് കടന്നാൽ, കഥയിലെ നായകൻ സോക് വു തിരക്കുള്ള ഒരു ഫണ്ട് മാനേജറാണ്. അയാൾക്ക് തൻ്റെ മകളായ സ്വനിനെ അത്ര ശ്രദ്ധിക്കാൻ സമയമില്ല. മകളുടെ ജന്മദിനത്തിന് അവൾക്ക് ഒരാഗ്രഹം മാത്രം: ബുസാനിലുള്ള തൻ്റെ അമ്മയെ ഒന്ന് കാണണം. അങ്ങനെ അവർ രണ്ടുപേരും സോളിൽ നിന്നും ബുസാനിലേക്കുള്ള KTX ട്രെയിനിൽ കയറുകയാണ്. ട്രെയിൻ പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് വിചിത്രമായി പെരുമാറുന്ന ഒരു പെൺകുട്ടി ഓടിക്കയറുന്ന രംഗം കാണിക്കുന്നു. അവൾക്ക് ഒരു കടിയേറ്റ മുറിവുണ്ടായിരുന്നു. നിമിഷങ്ങൾക്കകം അവൾ ഒരു ഭീകരമായ സോംബിയായി മാറുകയും ട്രെയിനിലെ ജീവനക്കാരെ ആക്രമിക്കുകയും ചെയ്യുന്നു. കടിയേൽക്കുന്നവർ ഓരോരുത്തരായി സോംബികളായി മാറുന്നതോടെ ട്രെയിൻ ഒരു മരണക്കെണിയായി മാറുകയാണ്. ബാക്കിയുള്ള യാത്രക്കാർക്ക് ജീവൻ രക്ഷിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ: ബുസാൻ എത്തുന്നതുവരെ സുരക്ഷിതമായ ഒരു ബോഗിയിൽ ഇരിക്കുക. ഈ യാത്രക്കിടയിൽ നമ്മൾ പലതരം മനുഷ്യരെ കാണുന്നുണ്ട്. സ്വന്തം ജീവൻ പണയപ്പെടുത്തി മറ്റുള്ളവരെ സംരക്ഷിക്കുന്ന മാങ്സാങ് എന്ന കരുത്തനായ മനുഷ്യൻ, ഗർഭിണിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യ, പിന്നെ സ്വന്തം ജീവൻ മാത്രം നോക്കുന്ന സ്വാർത്ഥനായ ഒരു ബിസിനസ്സുകാരൻ. ട്രെയിനിനുള്ളിലെ ഇരുട്ടും തുരങ്കങ്ങളും കടന്നുള്ള അവരുടെ പോരാട്ടം ശ്വാസം അടക്കി പിടിച്ചേ കാണാൻ സാധിക്കുകയുള്ളൂ. സോംബികൾക്ക് ഇരുട്ടിൽ കാണാൻ കഴിയില്ല എന്ന ബുദ്ധിപരമായ നീക്കത്തിലൂടെ അവർ ഓരോ ബോഗികളും കടക്കുന്നുണ്ട്. സിനിമയുടെ അവസാനം വെറുമൊരു ആക്ഷൻ പടം എന്നതിലുപരി വലിയൊരു വൈകാരികതയാണ് നമുക്ക് നൽകുന്നത്. ഒരച്ഛൻ തൻ്റെ മകൾക്ക് വേണ്ടി നടത്തുന്ന അവസാന പോരാട്ടം പ്രേക്ഷകരുടെ കണ്ണ് നനയിക്കുന്നതാണ്. ലോകം അവസാനിക്കാൻ പോകുമ്പോഴും മനുഷ്യരിലെ സ്നേഹവും സ്വാർത്ഥതയും എങ്ങനെ പുറത്തു വരുന്നു എന്നതാണ് ഈ സിനിമ കാണിച്ചു തരുന്നത്. ട്രെയിൻ ടു ബുസാൻ വെറുമൊരു സോംബി സിനിമ എന്നതിലുപരി സിനിമാ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. കൊറിയൻ സിനിമകളെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുന്നതിൽ ഈ ചിത്രം വലിയ പങ്ക് വഹിച്ചു. അതിൻ്റെ വിജയമാണ് പിന്നീട് വന്ന പാരസൈറ്റ്, സ്ക്വിഡ് ഗെയിം തുടങ്ങിയവയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ മാർക്കറ്റ് ഒരുക്കിയത്. അതുവരെ പാശ്ചാത്യ സിനിമകളിൽ കണ്ടിരുന്ന സാവധാനം നീങ്ങുന്ന സോംബികൾക്ക് പകരം അമിത വേഗതയിൽ ഓടുന്നതും അക്രമാസക്തവുമായ സോംബികളെയാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് പ്രേക്ഷകർക്ക് പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. സിനിമയിലെ സ്വാർത്ഥനായ ബിസിനസ്സുകാരൻ ആധുനിക സമൂഹത്തിലെ മനുഷ്യരുടെ ക്രൂരതയെയും ലാഭേച്ഛയെയും കാണിക്കുന്നുണ്ട്. അപകട സമയത്ത് പാവപ്പെട്ടവനേക്കാൾ പണക്കാരൻ സ്വന്തം ജീവൻ മാത്രം നോക്കുന്ന രീതിയിലുള്ള സാമൂഹിക വ്യവസ്ഥയെ ചിത്രം നിശിതമായി വിമർശിക്കുന്നുണ്ട്. സോംബി സിനിമകൾക്ക് സാധാരണയായി രക്തച്ചൊരിച്ചിലും ഭയത്തിലും മാത്രം ഒതുങ്ങുമ്പോൾ ഈ സിനിമ ഒരച്ഛൻ മകൾ ബന്ധത്തിലൂടെയും മറ്റു വൈകാരിക രംഗത്തിലൂടെയും പ്രേക്ഷകരെ കരയിപ്പിക്കുന്നു. ഹൃദയസ്പർശിയായ കഥയും ത്രില്ലറും ഒരുപോലെ ചേർത്തതാണ് ഇതിൻ്റെ വിജയം. ഒരു ട്രെയിനിനുള്ളിലെ പരിമിതമായ സ്ഥലത്ത് ഇത്രയും വലിയൊരു ആക്ഷൻ ചിത്രം മനോഹരമായി ചിത്രീകരിക്കാം എന്ന് ഈ സിനിമ തെളിയിച്ചു. ക്യാമറ വർക്കും കൊറിയോഗ്രഫിയും സിനിമാ വിദ്യാർത്ഥികൾക്ക് ഒരു പാഠപുസ്തകം തന്നെയാണ് ട്രെയിൻ ടു ബുസാൻ. 2016 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രം മികച്ച സംവിധായകനും സ്പെഷ്യൽ ഇഫക്ട്സിനുമുള്ള സിഡ്ജസ് ഫിലിം ഫെസ്റ്റിവൽ അവാർഡുകൾ നേടിയിട്ടുണ്ട്. ഈ സിനിമയുടെ കഥയ്ക്ക് മുൻപ് നടക്കുന്ന കാര്യങ്ങൾ പറയുന്ന സിയോൾ സ്റ്റേഷൻ എന്നൊരു ആനിമേഷൻ ചിത്രവും ഇതിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ പറയുന്ന പെൻസുല എന്നൊരു സിനിമയും പുറത്തിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കുക. യൂട്യൂബിൽ അത് ലഭ്യമാണ്.